ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോൾ മധുര നഗരത്തിലാണ്. മധുര നഗരം എന്ന് പറയുന്നത് മധുരൈ, സിറ്റി ഓഫ് മധുരൈ ഉറങ്ങാത്ത നഗരമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് ഉറങ്ങിയിരിക്കുകയാണ്. കാരണം രാത്രി ഫുള്ള് പല കാര്യങ്ങൾ, അതായത് പല മാർക്കറ്റ്സും സജീവമാണ്. ബട്ട് മോർണിംഗ് കുറച്ച് വളരെ ലേറ്റായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ. കോഫി ഷോപ്സ് എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു. രാവിലെ ഇപ്പോൾ സമയം ഒരു 7:30 മണി സമയമായിട്ടുണ്ടാകും. അപ്പോൾ രാവിലെ ഇറങ്ങുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാൻ പോകണം. നത്തം എന്ന് പറയുന്ന സ്ഥലമാണ്. കുറച്ച് പിന്നിലേക്ക് പോകണം. അവിടെ കാവണ പൊറോട്ടക്കട, അതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണെന്നറിയില്ല. കാവണ്ണ പൊറോട്ടക്കടയിലേക്ക് പോകുന്നു. അതൊരു വളരെ സ്പെഷ്യൽ കടയാണ്. ഈ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റ് കൂടിയാണ്. രാവിലെ നോൺ വെജും പൊറോട്ടാസും ഒക്കെ കിട്ടുന്ന സ്പെഷ്യൽ കട. പല ആൾക്കാരും തേടി വരുന്ന കടയാണ് ഈ കാവണ്ണ പൊറോട്ടക്കട. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പൊറോട്ട കഴിക്കാനായിട്ട് പോവാം. ഓക്കെ, യാത്ര തുടങ്ങാം. കൂടെ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ഒരു സ്ഥലത്തൊരു കാഴ്ച കണ്ട് നിർത്തിയാണ്. കുറേ കന്നുകാലികൾ, അതായത് കാളയാണ്. ഇഷ്ടം പോലെ കാള ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു നെറ്റിനകത്ത് സൂക്ഷിക്കുന്നു. ഒരു എന്താ പറയുക, ഷെൽട്ടർ പോലെ. ഇത് കാളച്ചന്തയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതിങ്ങനെ കുറേ ഭാഗത്തായിട്ട് കാണാം. കുറേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ. ഞാനൊക്കെ ഇച്ചിരി മാറി നിൽക്കുകയാണ്. ഇതിനിടയ്ക്കൊരു ചെറിയ സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഇറങ്ങി വന്നു, അത് പക്ഷേ ഷൂട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ്. നോക്കുമ്പോൾ ഒരു കാള ആ നെറ്റിനകത്ത് നിന്ന് ഇറങ്ങി ഓടി വരുന്നത് ഈ ഭാഗത്തേക്ക്. അതിൻ്റെ ആൾ പുറകെ ഓടുന്നു. ഓക്കെ, കാള സൂപ്പർ ഫാസ്റ്റായിട്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാനിട്ടിരിക്കുന്ന കളർ കണ്ടല്ലോ, ഇത് കൂടെ കണ്ടിട്ട് എൻ്റെ ദൈവം അത് ഇങ്ങോട്ട് പാഞ്ഞു വരിക. ഞാൻ എൻ്റെ ജീവനം കൊണ്ട് കുറച്ച് നേരം ഓടി ഈ കാറിൻ്റെ ഭാഗത്തേക്ക്. പക്ഷെ അപ്പോഴത്തേക്ക് അയാൾ ആ കാളേനെ പിടിച്ചു, തിരിച്ച് നെറ്റിനകത്താക്കി. ഇതൊക്കെ ചെറിയ രസകരമായ ഇൻസിഡൻസ്. ഒരു രസകരമായിട്ട് ഇപ്പം തോന്നുന്നു. ആ സമയത്ത് അങ്ങനെയല്ല തോന്നിയത്. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞാണ് ഓടിയത്. കാള ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിലേക്കാണ് ഓടുന്ന പോലെ തോന്നി. ആ കൂട്ടങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ വേറെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെല്ലായി അമ്മൻ കോവിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തൊരു കോവിലുണ്ട്. ഒരു അമ്മൻ കോവിലാണ്. അവിടത്തേക്ക് ആവശ്യമുള്ള നേർച്ച, ഇവിടെ നേർച്ചയ്ക്ക് ആൾക്കാർ, അവിടുത്തെ പ്രധാന നേർച്ചയാണ്. നമ്മളിങ്ങനെ ആൾരൂപം, ഈ വെള്ളിയിലുള്ള ആൾരൂപമൊക്കെ ചില അമ്മൻ കോവിലൊക്കെ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കില്ലേ. കൈക്ക് വേദന, കാല് വേദന, പിന്നെ തലവേദനയ്ക്ക്, അങ്ങനെ മാറി ബോഡി പാർട്സ് പ്ലസ് ഹോൾ ബോഡി ഇങ്ങനെയൊക്കെ നേർച്ച വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടെ ഈ ചെല്ലായി അമ്മൻ കോവിലിന് വേണ്ടി. അതിന് വേണ്ടിയിട്ടുള്ള ആ രൂപങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് കളിമണ്ണ് ഇങ്ങനെ ചവിട്ടി കുഴയ്ക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് കളിമണ്ണ് ഇവിടെ ഇട്ട് കൂട്ടി അവിടെ ഇട്ട് ചവിട്ടിയെടുത്ത് പിന്നെ അത് ഷേപ്പാക്കുന്നു, പല ഷേപ്സ്. ഇത് കളിമണ്ണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇത് കാല് വെച്ചിട്ട് ചവിട്ടി അത് നല്ല പദം വരുത്തുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ഷേപ്പ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം വെള്ളമുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. അവിടെ നോക്കിയാൽ കുറച്ചൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ അപ്പുറത്തൊരു തെങ്ങും തോപ്പ്, അങ്ങനത്തെ ഒരു ഭാഗത്താണ് ഇത് നടക്കുന്ന ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇങ്ങനെ ചവിട്ടി കൂട്ടുന്നുണ്ടല്ലോ, ഇനി അതിനെ ഷേപ്പാക്കുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. നല്ല സ്കിൽഡ് വർക്കാണിത്, കൈകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. പോട്ടറി മേക്കിംഗ് എല്ലാം പോലെ തന്നെ. കണ്ടില്ലേ, ഇത് കാലുകൾ മാത്രമായിട്ടുള്ള കുറച്ച് ബോഡി പാർട്സ് ആയിട്ടാണ്. അത് ഇത് വെച്ചിട്ട് കാലിൻ്റെ ഭാഗം. ഇനി ഇത് അതിൽ ഫുൾ ബോഡി വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തമ്മിൽ ഫിക്സ് ചെയ്യും. ഹലോ, നൈസ്, ഗുഡ്, ഫൈൻ, ഐ എം ഫൈൻ. കേരള, ട്രിവാൻഡ്രം. യെസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് അഗെയിൻ നേർച്ച ഓഫറിങ്. ചെല്ലായമ്മൻ. ഇതിനെന്താ പറയുക? കാള ഈ രൂപമായിട്ട് തന്നെ കൊടുക്കും അല്ലേ? നേർച്ചയ്ക്ക് കൊടുക്കുമോ? ஒவ்வொரு மனிதனுக்கும் ஒவ்வொரு நோய் வரும். இப்போ ஃபுல்லாக உடம்பு பூரா செஞ்சோன்னா ஒரு உருவமாக செஞ்சு வைக்கிறேன்னு நேற்றுக்கு ஒரு ரூபமாயிட்டு. ஆக்சிடென்ட் ஆகி போச்சு, கால் பிரச்சனை அப்படின்னா ஒரு கால் செஞ்சு வைப்பாங்க. அதே கை பிரச்சனைனா கை, தலை பிரச்சனைனா தலை. ஓகே. அந்த மாதிரி வரும்போது மக்களுடைய நம்பிக்கை, செல்லாயம்மன் நான் செஞ்சு வச்சிடுறேன், என்னைய சரி பண்ணி. ഓ, ചെല്ലായമ്മൻ. അത് അപ്പോൾ അതെന്തിനാ വയ്ക്കുന്നത് ആ സാധനം? இந்த ஆடு അതും വെക്കും. കാള അതിന് എന്തിനാ അത് നേർച്ചയിരിക്കുന്നത്? அது உற்பத்தி அதிகமாகலைன்னா அது நேர்த்தி எடுக்கணும். உற்பத்தி കൂടുതൽ அதிகமாக
അധികമാല வச்சிருந்தா எனக்கு 10 பெருக்கணும் அப்படின்னு. ഓ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഓ മനസ്സിലായി മനസ്സിലായി ഓക്കെ பால் கொடுக்கல ആ ആ പശു ആ பசு ആടുമാട് ആടുമാട് ഓക്കെ ഓ അത് ഉണ്ടല്ലേ ഓ പാല് കുടിക്കുന്ന പോലെ ഓക്കെ 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 അതായത് ഇതൊരു നേർച്ചയാണ് അമ്മന് നേർച്ച കൊടുക്കുന്നതാണ് ഓക്കെ അതിൽ പല രൂപങ്ങളാണ് ഒരു ഹോൾ ബോഡി നമുക്ക് വയ്യാണ്ടുണ്ടെങ്കിൽ ഉടമ്പ് ശരിയാക്കണം നമ്മുടെ ബോഡിയുടെ ആരോഗ്യം ശരിയാക്കണേ എന്ന് പറയുന്നതാണ് ഒരു കാര്യം അപ്പോൾ ഫുൾ ബോഡി വയ്ക്കും ഒരാൾ പിന്നെ അല്ലെങ്കിൽ ഇതേ നല്ല ആടുമാടുകൾക്കൊക്കെ നിറച്ച് പാല് കിട്ടണം കുറേ വേണം ഉൽപ്പാദനം കൂടുതൽ വേണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ കുഞ്ഞ് പാല് കുടിക്കുന്ന പോലെയുള്ള രൂപം ആടുമാടുകളുടെ പാമ്പിൻ്റെ ഉണ്ടല്ലേ പാമ്പ് സർപ്പദോഷം പോവാനാ ഓ സർപ്പദോഷം പോകാനായിട്ട് പാമ്പിൻ്റെ രൂപത്തിൽ സർപ്പത്തിൻ്റെ നാഗരാജാവിൻ്റെ അങ്ങനെ നാഗരുടെ ഇതെല്ലാം ഇങ്ങനെ നടക്കണം ശരിക്കും ഒരു പോട്രി വർക്കൊക്കെ ചെയ്യണ പോലെയാണ് ഈ കളിമണ്ണും കൊണ്ട് ചെയ്യുന്നത് പുള്ളി ചെയ്യുന്ന നോക്കിയേ നല്ല സ്കിൽഡ് വർക്കാണ് ഇത് ഇവരുടെ എക്സ്പീരിയൻസും ഉണ്ട് അവരുടെ ഒരു കൊല്ലത്തൊഴിൽ പോലെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൽ പക്കത്തിലെ വിൽക്കാൻ വെക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ആൾക്കാർ മേടിക്കുന്ന അവിടുന്ന് അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോവോ ഓ അറിയാമോ ആൾക്കാർക്ക് ഇവിടെ വന്ന് മേടിക്കാൻ ചൊവ്വാഴ്ചകളിൽ വരും ഓ ഓക്കെ അപ്പോൾ ചെല്ലായി അമ്മൻ കോവിലിലേക്കാണ് ചൊവ്വാഴ്ചകളിലൊക്കെയാണ് ഇവിടെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോകുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ ഈ പ്രോസസ്സ് ഇങ്ങനെ ഓരോരുത്തരും അവരുടെ വർക്ക് അപ്പോൾ ഏതാണോ നമുക്ക് ദോഷമായിട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അതായത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ശരീരമാണെങ്കിലും എന്താണെങ്കിലും അതനുസരിച്ചിട്ട് അവിടെ കൊണ്ട് നേർച്ച വയ്ക്കും നേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പേര് ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നു കണ്ടില്ലേ എത്ര പേരുണ്ടെന്ന് നോക്കൂ ചെറിയ കുട്ടികളടക്കം കുറേ ആൾക്കാരുണ്ട് ഇവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇതൊരു വിഭാഗം ആൾക്കാർ ഇതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാണ് ഇതേക്ക് ഒന്ന് നോക്കിയാൽ ചെറിയ കുട്ടി കളിമണ്ണ് എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട് കൈ നിറച്ച് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവർ വെയിലത്ത് കുറച്ച് നേരം ഇങ്ങനെ ടൈമിംഗ് ഉണ്ട് അവർക്ക് ആ ഒരു ഇത്ര സമയം വെയിലത്ത് വയ്ക്കും ഒന്ന് ഡ്രൈ ആകാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വിറക് കൂട്ടിയിട്ട് കനലുണ്ടാക്കി അതിൻ്റെ അകത്താണ് നമ്മൾ ചൂളയിൽ ചുട്ടെടുക്കില്ലേ ബ്രിക്സൊക്കെ അതുപോലെ ചുട്ടെടുക്കുകയാണ് അടുത്ത പ്രോസസ്സ് അതും ഒരു സൈഡിൽ നടക്കുന്നു ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് വെള്ളക്കുമ്മായം പോലെ അതിൽ കോരി ഒഴിച്ച് അത് ഫൈനലൈസ് ചെയ്യുന്നു അത് ലാസ്റ്റ് പ്രോസസ്സ് ഇതാണ് അടുത്ത ഈ വിറകാണ് കത്തിച്ച് വലിയ കനലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കണ്ടില്ലേ അവിടെ ചൂള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ചുട്ടെടുക്കുക എന്ന് പറയില്ല അപ്പോഴാണിത് ഉറയ്ക്കുന്നത് ഇത് കണ്ടോ ചെറിയ കുഞ്ഞുങ്ങളുടെ രൂപം അത് അവർക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയാണ് അതായത് കുഞ്ഞുങ്ങളില്ലാത്തവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ രൂപം കൊണ്ടുവച്ച് ഇത് വീട് വയ്ക്കാനായിട്ട് വീട് കിട്ടാനായിട്ടൊക്കെ ഉള്ള പ്രാർത്ഥനയുടെ ഭാഗം സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ ഇത് വീട് വെച്ചിട്ട് പ്രാർത്ഥിക്കും വീടിൻ്റെ രൂപം കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ കാല് നേർച്ച വെക്കും ഇങ്ങനെ മുട്ടിന് താഴോട്ട് കൈക്കാണെങ്കിൽ കൈ വേദന പിന്നെ ഉടമ്പ് ബോഡി ഫുൾ ബോഡി ആരോഗ്യം ഉണ്ടാകാനായിട്ട് ഫുൾ രൂപം ഇതെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓ അത് ശരി അതായത് പ്രാർത്ഥിച്ചിട്ട് പോകും നേർച്ചയായിട്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിച്ചാൽ അവിടെ ഒരു വീട് രൂപം കൊണ്ട് വെക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ അവർക്ക് വീട് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഫലിച്ചു കഴിയുമ്പോൾ വീട് നേർച്ചയായിട്ട് വെക്കും കുഞ്ഞുങ്ങളുണ്ടാകാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ രൂപം അത് മാരേജ് ഡബിൾ ബൊമ്മ വയ്ക്കും മാരേജ് കല്യാണം നടക്കാത്തവരെ ഡബിൾ ബൊമ്മ വെച്ച് പ്രാർത്ഥിച്ചാൽ അപ്പം മാരേജ് പെട്ടെന്ന് നടക്കും വച്ച് പ്രാർത്ഥിക്കുന്നില്ല അവരത് മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും നടന്നു കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ആ രൂപം കൊണ്ട് കല്യാണം ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടാ ഓ അത് തന്നെ മനസ്സിലായി അതായത് ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതായത് പ്രാർത്ഥിച്ചിട്ട് പോകും ഇങ്ങനെ നേർച്ച പറഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം നടക്കുകയാണെങ്കിൽ കല്യാണം നടക്കാതെ എത്രയോ ജാതക പ്രശ്നങ്ങളൊക്കെ കാരണം കല്യാണം നടക്കാതെ നല്ല കല്യാണം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഞങ്ങൾ കിട്ടിയാൽ ഈ നേർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് രൂപം ആണും പെണ്ണും കൂടി വരുന്ന രൂപം അവിടെ സമർപ്പിക്കും അതുപോലെ വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീട് എന്നുള്ള സ്വപ്നം നടക്കുമ്പോൾ വീട് അവിടെ കൊണ്ടുവയ്ക്കും ഇതെല്ലാം സ്വപ്നം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥന നടന്നു കഴിഞ്ഞിട്ടാണ് കൊണ്ടുവയ്ക്കുന്നത്
നേർച്ച ആ നേർച്ച കംപ്ലീറ്റ് ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് ആ എല്ലാവരും സുഖമായിട്ടിരിക്കും. സുഖമായിട്ട് ഫാമിലി മെമ്പേഴ്സ് ദൂരം ദൂരം പോയി അന്തര് ഒരുമിച്ച് വരണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്തര് ഒരേ ഇത് അത് ഫാമിലി ഇത് അത് ഇപ്പോൾ ചെയ്തിട്ട് അതൊരു ഹോൾ ഫാമിലിയുടെ അല്ലേ? 5 members 6 members వాళ్ళ ഫാമിലിയിൽ എന്തുമന്തി അത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അല്ലേ? അതായത് ഫാമിലി എല്ലാം പലയിടത്തും ചിതറി കിടക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരിടത്ത് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ എല്ലാവരും വരും. അന്ന് എല്ലാം ഒരു ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് കുഞ്ഞ് പാല് കിട്ടാനായിട്ട് നിറച്ച് ആടുമാട് അതെ അത് നല്ലതായിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ചെയ്തു കൊടുക്കും. പശു അതിന്റെ எல்லாமே வேண்டிட்டு எல்லாம் ஓகே ஆனதுக்கு அப்புறம் தான் செய்வாங்க. ഓ മനസ്സിലായി. നേർച്ചയാണിത്. എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴാണ് അത് ചെയ്യുന്നത്. അവരുടെ ആ ഒരു നേർച്ച കൊടുക്കുന്നതിന് മുന്നേ അവർ ആ പ്രാർത്ഥിച്ച കാര്യം നടക്കണം. നടന്നു കഴിഞ്ഞിട്ടാണ് ദേവിയെ വന്ന് കണ്ട് ഇത് സമർപ്പിക്കുന്നത്. ഇത് ഹാൻഡ് കൈക്ക് വേദന கைவேதனை ரெண்டாவது சந்தோஷமாயிட்டு ஹாப்பியா இருக்கன்னா அது கொண்டு வைக்க. ஓ அந்த மாதிரி அவங்க மனசுல ஏதாவது நினைச்சிட்டு அது நடந்துச்சு. ஒரு வீடு கட்டணும், இல்ல ஒரு ஃபேமிலி, இல்ல ஒரு கல்யாணம், இந்த மாதிரி எல்லாத்துக்கும் அது இல்லாம வேற விஷயங்கள்லாம் இருக்குல்ல, அதெல்லாம் நல்லபடியா முடிஞ்சுன்னா அது வந்து பண்ணுவோம். இது எல்லாமே നടന്നതിന് അപ്പുറം പண்றது. നമ്പിക്ക வந்து എല്ലാം നടന്നതിന് അപ്പുറം നടന്നു കഴിഞ്ഞിട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അത് അത്രയും ഉണ്ടാക്കുന്നെങ്കിൽ അത്രയും ആളുകളുടെ ആഗ്രഹം ഇവിടെ പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കി വെക്കുന്നത്. അത്രയും കാര്യങ്ങൾ വരും. ഇത് ആട്, ഇത് മാട്, ഇത് പശു, ഇത് ആട്. അതിന്റെ ഷേപ്പിന് കുറച്ച് വ്യത്യാസമുണ്ട്. നിറച്ച് പാലൊക്കെ കിട്ടാനായിട്ട് അല്ലേ? ഓ കാതൊക്കെ ഉണ്ടല്ലേ? ആട് അത് പശു. പിന്നെ പട്ടിയുടെ കണ്ടല്ലോ, പട്ടി ഏതൊക്കെ பட்டி இருக்கு. அது எதுக்கு வீட்ல வந்து ஆல்ரெடி இருக்கும். அது சப்போஸ் ஏதாவது ப்ராப்ளம் இருந்துச்சுன்னா அந்த மாதிரி. ஏன்னா மனுஷங்க மாதிரி அதுவும் நம்ம வீட்ல வந்து ஒரு ஆளா நினைக்கிறோம். ആണോ? ഓ അങ്ങനെ പട്ടിയെ നേർച്ച വെക്കുന്നത്. ഓക്കെ, നമ്മൾ പട്ടികളെ സ്നേഹിക്കുന്നവരെ മക്കളെ പോലെയല്ലേ പട്ടികളെ സ്നേഹിക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് പട്ടിക്ക് നല്ലത് വരാനാ ഉടമ്പ് நல்லது வர்றது அது நல்லா இருக்குங்கிறது. அது இல்லாம ஏதாவது ஒண்ணு செய்யணும், நல்ல வீட்டை பாத்துக்கணும், சேஃப்டிக்கு நல்ல பட்டி வீடு நന്നായിട്ട്. அது இல்லாம போலீஸ் வந்துட்டு ட்ரைனிங் போயிருப்பாங்க, வேலை வந்து கிடைச்சிச்சுன்னா இந்த போலீஸ் பொம்மை செய்வாங்க. പോലീസ് பொம்மை. ഓക്കേ, അതായത് പ്രാർത്ഥിച്ച് നല്ല ജോലി കിട്ടാൻ. മിലിറ്ററി, പോലീസിലോ, ആർമി, പോലീസിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടി കഴിഞ്ഞാൽ നോക്കൂ പോലീസിന്റെ യൂണിഫോം ഇട്ട ബൊമ്മ അവിടെ വെക്കും. സാമ്പിൾ ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. പല ഇതുണ്ട്. ഓരോ ജോലിക്കും സെപ്പറേറ്റ് ഉണ്ടല്ലേ പ്രതിമ. ഇത് പോലീസ്. ഡോക്ടർ ഉണ്ടോ? ഇത് അമ്മയും കുഞ്ഞും. ரொம்ப நாளாச்சு குழந்தை இல்ல, அவங்களுக்கு குழந்தை பிறந்து நல்லா இருக்கணும்ன்றதுக்காக இது അമ്മയും കുഞ്ഞും. ഓക്കെ, കുഞ്ഞിന് വേണ്ടി കുഞ്ഞുണ്ടാവാൻ പ്രാർത്ഥിച്ചിട്ട് അതങ്ങനെ. അതും അങ്ങനെ തന്നെയല്ലേ? അത് കുഞ്ഞ് എങ്ങനെ കിടക്കുന്നത്? இது அது வந்து குழந்தை பிறந்ததுக்கு. ஓகே, இப்போ வந்து குழந்தை வந்து இருக்கணும் தங்குறதுக்காக. ஓகே ஓகே, அது வந்துருச்சு இந்த வருஷம். அடுத்த வருஷம் குழந்தை பிறக்கறதுக்காக இது வேண்டி. இது குழந்தை பிறந்ததுக்கு அப்புறம் வந்து 3 வருஷத்துக்கு 3 വർഷം. അത് കുഞ്ഞ് പ്രസവിച്ച് 3 വർഷം കഴിഞ്ഞ് കുഞ്ഞിന്റെ മാത്രം. ഇത് പ്രഗ്നൻസി കിട്ടാനായിട്ട്, പ്രസവിക്കാനായിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും. അങ്ങനെ അങ്ങനെ എല്ലാം സിംബോളിക്കാണ്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ എന്ത് மொத்தம் 2000 ഉണ്ടാവും. ഓ இந்த 2000 பொம்மைக்கும் அவங்க ஃபேமிலி மெம்பர்ஸ் ஒரு பொம்மைக்கு ஒரு 4 பேர் வருவாங்க. அப்போ வந்து ஃபுல் ஜனம் இருப்பாங்க. கிட்டத்தட்ட ஒரு 1 lakh வந்து இங்க இருந்து ஃபுல்லா இருப்பாங்க. ആണോ? ആളുകൾ தமிழ்நாட்டுல வந்து நம்பர் 1 அது. ആണോ? 1 ലക്ഷം பேர் இங்க இருப்பாங்க. ഇവിടെ വരുമോ? ஆமா. நீங்க ഏത് ടൈമില്? நெக்ஸ்ட் ഫെസ്റ്റിവൽ Thursday. അടുത്ത Thursday. அடுத்த Thursday. இங்க 4 days. 4 daysலன்னா நீங்க வந்தீங்கன்னா நீங்க கவர் பண்ணலாம். അത് വർഷത്തില് ഒരു തവണ. ഓ, അടുത്ത ഈ വരുന്ന Thursday ആണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഏത് മാസം? கூட வர சொல்லுங்க. வந்து பார்க்கலாம். 1 ലക്ഷം പേര്, 1 ലക്ഷം ആൾക്കാർ ഇവിടെ വരുന്നാണ് പറയുന്നത്. ഈ അമ്മൻ ടെമ്പിളിലെ ഉത്സവം ഇங்க ഉള്ള ഇருக்கு കോയിൽ, അங்க അവിടെ കൊണ്ടുപോകും. ഇവിടെ വന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകും. ഫുൾ 1 lakh ഓഫ് പീപ്പിൾ ഇവിടെ കാണും. ഈ ഗ്രൗണ്ട് ഫുൾ കാണും. എന്നിട്ട് ഇവിടെ അത്രയും ഉണ്ടാക്കണ്ടേ? അത്രയും ഇവിടെ മേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ടാക്കണം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞാൽ ആൾക്കാർ മേടിച്ചിട്ട് പോയിട്ട് അപ്പോൾ അത്രയും ആളുകളുടെ ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്ന കാഴ്ചയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്നെ വില പൊങ്കല വയ്ക്കുന്ന പോലെ. மதுரை ஜில்லாவுக்கு வந்து இதை நம்ம பொம்மை மட்டும் தான். ஒரு 2000 பொம்மை செய்யறது வந்து வேற எங்கேயும் இருக்காது. இவ்வளவு ஒரே சமயத்துல வரிசையா ஒவ்வொரு ஃபேமிலியும் வந்து உட்காந்துப்பாங்க. ஒரு பொம்மை வச்சுட்டு இதுக்கு வந்துட்டு ஏதாவது மாலை போட்டுட்டு வேஸ்ட் இதெல்லாம் கட்டிட்டு வரிசையா அவங்க ஃபேமிலி இருப்பாங்க. அப்படி அப்படியே வரிசையா ஒன் வே லைன் இங்க இருந்து இது வரைக்கும்
ஃபுல்லா இது கம்ப்ளீட் ஆனதுக்கு அப்புறம் அந்த சைடு வயக்காடு ஃபுல்லா ஆயிடும். എന്നിട്ട് അവർ കൊണ്ടുപോകും. இது இங்க இருந்துட்டு மறுபடியும் ஈவினிங் 4 கணலைக்கு 4 மணிக்கு இங்க ஸ்டார்ட் பண்ணாங்க. நைட் அங்க പ്രൊസഷൻ ആയിട്ട്. ഓഹോ. ഓ நைட் 10 மணி ஆயிரும் அங்க போறது. രാത്രി 10 മണിക്ക്. ഓക്കേ. ഇത് ആ ഡേ சாமி இங்க மெயின் வந்து சாமிலாம் இருக்கு. சாமி எല്ലാം ഉണ്ടല്ലേ? കൂമച്ചിക്കുളം ചെല്ലായമ്മൻ ടെമ്പിൾ. അവിടേക്കാണ്. അത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഫെസ്റ്റിവലാണ്. ഇവിടെ കംപ്ലീറ്റ് മോർ ദാൻ 1 ലാക്ക് ആൾക്കാർ വരും. ഇവരെല്ലാം ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് ആരൊക്കെ ഇടിയിച്ച്. ഇതിന് പെയിന്റ് ചെയ്യുമോ? വെള്ള പെയിന്റ് കൂടാതെ അതർ പെയിന്റ് ഉണ്ട്. ഓ വെള്ള പെയിന്റ് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ മനോഹരമായ പെയിന്റ് യെല്ലോ കളർ റെഡ് കളർ കല്ലുക്ക് കണ്ണുക്ക് ബ്ലാക്ക് കളർ എല്ലാം വെച്ചിട്ട് റെഡി ആവർക്ക് உங்களுக்கு டைம் ഒരു 2 ഡേയ്സ് ആയിരും. ഓക്കേ. ഇനി 2 ദിവസം എന്നിട്ട് ആരൊക്കെ ഇട്ട് അലങ്കരിച്ച് കുടുംബത്തോടെ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് അവരെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് നടന്ന് പ്രൊസഷനായിട്ട് അവിടെ പോയിട്ട് 10 മണിയോടുകൂടി അവിടെ ടെമ്പിളിൻ്റെ അവിടെ പോയി. അത് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്ന പോലെയാണെന്നാണ് പറഞ്ഞത്. അത്രയും ഫേമസ് ആണ്. പൂര മധുരൈ ബിഗ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട് ഇത് കാണാനായിട്ട്. മധുരയിൽ ഒരിടത്തും ചെയ്യില്ല, ഇവിടെ മാത്രമേ ചെയ്യുള്ളൂ. ദിസ് ദ ഓൺലി പ്ലേസ് സ്പെഷ്യൽ. അപ്പൊ ഈ ഊര് പേരാണ് ഊമച്ചിക്കുളം. ഊമച്ചിക്കുളം അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഊമച്ചിക്കുളം. ഓക്കെ. ഊമച്ചിക്കുളത്താണ് ഇത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിരിക്കുകയാണ്. ഇത് എക്സ്ക്ലൂസീവാണ് ഇങ്ങനത്തെ കാഴ്ചകൾ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് കഴിഞ്ഞു, ഉണങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞത് അവിടെ വൈറ്റ്, ആദ്യം വെള്ള, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പല കളേഴ്സ്. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് കണ്ണൊക്കെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ണ് അതെല്ലാം വെച്ചിട്ട്. ഇത് വേളാർ സമുദായക്കാരാണ്. ഇത് ഇവരുടെ കൊലത്തൊഴിലാണ്. ഇത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അമ്പലത്തിലെ പൂജാരികളെ പോലെയാണ്. അവർക്ക് പൂണൂലൊക്കെ ഉണ്ട്. ഇത് വേളാർ എന്ന് പറയുന്ന ആ ഒരു സമുദായത്തിൻ്റെയാണ്. അത് കുമാർ. ഓക്കെ. അദ്ദേഹമാണ് ഇവിടെ ചുടുന്ന ആ ഭാഗത്ത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി വൈറ്റ് എല്ലാം ചെയ്യും. ഓക്കെ. താങ്ക് യു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു നമ്മുടെ ഈ വിശേഷങ്ങൾ. അവരവരുടെ ആക്ടിവിറ്റി ആയിട്ട് എത്ര ആൾക്കാരറിയാം. കൊച്ചു കുട്ടികൾ ഒരുപാടുണ്ട്. അവരുടെ കൊല്ലത്തൊഴിലാണിത്. അത് വേളാർ സമുദായമാണ്. ഇവിടെ വളരെ ഫേമസ് ആണ് ഈ ഒരു സംഭവം. നേർച്ചയും ഈ ടെമ്പിളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഈ ഫെസ്റ്റിവൽ ഫുൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇത്രയും ആൾക്കാർ വരുന്നതും അവർ ഈ വിഗ്രഹം ഈ ഒരു ബിംബങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതും ക്ഷേത്രത്തിലേക്ക് പോകുന്നതുമെല്ലാം. അപ്പോൾ ഇത്രയും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്രയും ഈ എന്താ പറയുക ബൊമ്മകളും ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അത്രയും ഡിമാൻഡുണ്ടല്ലോ. അപ്പോൾ അവരുടെ എല്ലാം വീട് വയ്ക്കുന്ന സ്വപ്നവും കുഞ്ഞുങ്ങളുണ്ടാകണം എന്നുള്ള സ്വപ്നവും വിവാഹ സ്വപ്നങ്ങളും പിന്നെ ദേഹത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വേദനകളും ഉടമ്പിൻ്റെ ഇഷ്യൂസും ആടുമാടുകൾക്ക് വരെ ഉണ്ട്, പട്ടികൾക്ക് വരെ ഇമേജ് ഉണ്ട്. ഇതുപോലെ വിഗ്രഹം ബിംബങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അതായത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദേവിയുടെ അടുത്ത് പോയിട്ട്. എന്നിട്ട് കാര്യം നടന്നു കഴിയുമ്പോഴാണ് ആഗ്രഹ സഫലീകരണമാണ് ഈ കാണുന്നത്. ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ നത്തം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പാണ്. മെയിൻ സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഇത് ദിണ്ടിഗൽ റൂട്ടാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് നേരെ ദിണ്ടിഗലിലേക്ക് പോകാം. ഇതൊരു ചെറിയ കടയാണ്. ഇതാണ് കാബണ്ണ പൊറോട്ടക്കട. വളരെ ഫേമസ്. ഈ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട്. അതിനകത്ത് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ പായിലിരുന്ന് കഴിക്കുന്ന അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ബാക്കിലേക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നോക്കിയേ. അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിറയെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവിടെ. ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഒരു 10-50 പേര് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അവിടെ എല്ലാം കാറുകളും ആൾക്കാരൊക്കെ പാർക്കിംഗ്. ഇതാണ് ഓണർ. പേര് മുഹമ്മദ് യൂസുഫ്. കവണ പേര് ഫാദർ പേര് ബാദ്ഷ. ഓ അത് ലോപിച്ചിട്ടാണ് ഇപ്പൊ കവണ ആയതല്ലേ? കാവണ അച്ഛൻ്റെ പേരിലാണ്. അപ്പോൾ എത്ര വർഷം പഴക്കം ഇത്? 63 ഇയേഴ്സ്. ഓക്കെ. ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഓ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇങ്ങനെ നമ്മൾ ചമ്രം മടിഞ്ഞതാണ് കഴിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നു. അപ്പം മട്ടണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് തന്നു ഇരിക്കാനായിട്ട്. അവിടെ ആക്ടിവിറ്റീസ് പൊരിച്ച പൊറോട്ട, സാൽന, പിന്നെ മട്ടൺ ചുക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്.
ഇവിടെ ഇവർ കടല എണ്ണ പ്യുവർ ഡബിൾ റിഫൈൻഡ് കടല എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്യുവറസ്റ്റ് ഫോം. ഒരു ടിന്നിന് 3000 എത്ര രൂപയുടെ കടല എണ്ണ പ്ലസ് വാഴ ഇലയിലാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാലന ഗ്രേവി ഉണ്ടല്ലോ മട്ടൺ, പിന്നെ മട്ടൺ ചുക്ക, അതാണ് ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ വെച്ച് സാലന. പിന്നെ ഇഷ്ടംപോലെ പാർസലും പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ. ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 7 മണിക്ക് ഒരു സെറ്റ് തിരക്ക് വരും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്തിയപ്പോൾ 9 മണി. 9 മണിക്ക് അടുത്ത സെറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു തിരക്കും ബഹളമാണ്. അതുകൊണ്ട് കുറേ പേരെ വെയിറ്റ് ചെയ്യാൻ പറയും. ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മാത്രം കുറേ ഒന്ന് സ്റ്റോക്ക് ആയിട്ടാണ് അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 o'clock ഓൺവേഴ്സ് ടിൽ 11 o'clock. 11 o'clock ആകുമ്പോൾ തീർക്കും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ്. ഇതിപ്പോൾ 2 പേർക്കും കൂടെ ഇരിക്കാനൊരു സ്പേസ് കിട്ടി. ഇപ്പം ഞാനും ഇപ്പോൾ 2 പേരും. നിറയെ ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും കാണിക്കാൻ ഒക്കില്ലല്ലോ, അവരുടെ ഒരു പ്രൈവസി. ഇത് 2 ചെറിയ കുട്ടികളെ കിട്ടി എനിക്ക് കമ്പനി ഈ സൈഡ്. ഇവിടെ ഒരു സീറ്റ് കിട്ടാനും ഒരു ഇല കിട്ടാനും ഒക്കെ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഭയങ്കര ഭാഗ്യമാണ് നമുക്കപ്പോൾ കിട്ടുക. വെളിയിലൊരു 10-30 പേര് നിൽക്കുന്നുണ്ട്. കുപ്പിയിൽ വെള്ളം തരും. ഓക്കെ, ഞാൻ അല്ലാണ്ട് തന്നെ വെള്ളം കൊണ്ടാണ് വന്നത്. ഇതൊരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. ഇത് ഒരുപാട് ഫേമസ് ആണ്. ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിക്കും. റഷ്യയിലാണ്. പൊരിച്ച പൊറോട്ട പൊട്ടിച്ച് ഇങ്ങനെ തരും. 2 എണ്ണമാണ്. ഇത് ഹോട്ടായിട്ട് കഴിക്കണം. ഇത് മട്ടൺ സാലന. ഓക്കെ, സാലന പീസ് കൂടെ എക്സ്ട്രാ അതിനകത്ത് പീസ് കൂടെ വീടുമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൽ വെച്ചിട്ട് കുഴച്ചാണ് കഴിക്കേണ്ടത്. ഇതാണ് കോംബോ. സാലന, പൊരിച്ച പൊറോട്ട ആൻഡ് മട്ടൺ ചുക്ക. ചൂട് ചൂട്. ഇത് തന്നെ സാലന. വീണ്ടും സാലന ഒഴിച്ചു. എക്സ്ട്രാ ചുക്ക. ഓ എന്നമേ കൈ കൊള്ളുന്നു. ചൂട് ചൂട് സ്ട്രേറ്റ് ഫ്രം അടുപ്പാണ് കേട്ടോ. ഈ ഒരു മട്ടൺ ചുക്ക ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. നല്ല പെപ്പർ ടേസ്റ്റ്, നല്ല പെപ്പറി ടേസ്റ്റ്. നിറയെ സാലിനെ ഒഴിച്ചിങ്ങനെ അടിപൊളി. എത്ര പേര് വെയിറ്റ് ചെയ്യാൻ അറിയാം? ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കുന്നു കുറേ പേര്. ഇരുന്ന് കഴിക്കണമെന്നുള്ളൊരു വെയിറ്റ് ചെയ്യണം. 2 പൊറോട്ട എന്നുള്ളത് 3ാമത്തെ പൊറോട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. കറി അത്രയ്ക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റുമാണ്. പക്ഷേ ഇല്ല, വാഷ് ചെയ്തിട്ട്. അതായത് മധുരയിൽ വന്നാൽ ഒരുപാട് പൊരിച്ച പൊറോട്ട കടകളുണ്ട്. പക്ഷേ ഈ കവണ പൊറോട്ട കട ഇവിടുത്തെ നത്തത്തിലുള്ള ഇതാണ് ദ ബെസ്റ്റ്. ഓക്കെ, ഇവിടെ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഫ്രഷ് ആയിട്ട് മട്ടൺ ആദ്യം ഓയിൽ പച്ചമുളകെല്ലാം ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മട്ടൺ പീസസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിട്ട് ആദ്യം ഒന്ന് വഴറ്റുന്നു. ഒരു സൈഡിൽ പൊറോട്ട ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു, മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നു. ഒരു സൈഡിൽ തീർന്നുകൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ എണ്ണയും പച്ചമുളകും മാത്രം, കുറച്ച് എണ്ണയിൽ. എന്നിട്ട് ഇതിങ്ങനെ മട്ടൺ ഇട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കും. വിറകടുപ്പാണ്. നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഗ്രേവി ഒഴിക്കണം. ഇനി ഇതിങ്ങനെ അടുപ്പിലിട്ട് തന്നെ വേവിക്കും. 20 മിനിറ്റ് കൊണ്ട് വേകുന്നതാണ് പറഞ്ഞാൽ. മൂടിയിട്ട് അടച്ചിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഗ്രേവി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിട്ട് വീണ്ടും തിളപ്പിച്ച് ശരിയാക്കും. അങ്ങനെ നമ്മുടെ നത്തം എന്ന് പറയുന്ന സ്ഥലത്തുള്ള, ദാറ്റ് ഈസ് മധുരയിൽ നിന്ന് വളരെ അടുത്താണ്. ഒരു 1 hourനകത്തേ എടുക്കുള്ളൂ. ഒരു 40 kilometersനകത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കണ്ടല്ലോ, ആ ഒരു ചെറിയൊരു ഷെഡ്, ആ ബ്ലൂ ആൻഡ് വൈറ്റ്, അതാണ് കവണ പൊറോട്ട ഷോപ്പ്. ബ്യൂട്ടിഫുൾ ആണെന്ന് കണ്ടില്ലേ അവിടുത്തെ ഭക്ഷണ രീതി. ഒരു കാര്യം മനസ്സിലായില്ല, എത്ര ചെറിയ കടയാണെങ്കിലും എത്ര ദൂരം മാറിയാണെങ്കിലും ആൾക്കാർ തേടി വരും നല്ല ഭക്ഷണം കൊടുക്കാൻ. കാത്തു നിന്ന് കഴിക്കാനും കാത്തു നിന്ന് പാർസൽ വാങ്ങിക്കാനും. അകത്തിരിക്കാൻ സീറ്റില്ലെങ്കിൽ ബാക്ക് സൈഡിൽ കുറേ കസേര ഇട്ടിരിക്കുന്നു, അവിടെ ഇരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തൊക്കെ കടയുണ്ട് കേട്ടോ, വേറെ ചെറിയ. അവിടെയൊന്നും ആരുമില്ല. ഇവരാണ് തകർത്ത് വരുന്നത്. ഇത് ഏതാണ്ട് more than 60 years old.
അച്ഛൻ തുടങ്ങിയ കടയാണ്. അതിൻ്റെ ഓണറിനെ നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ മധുരയിൽ പോകുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ബൺ പൊറോട്ട കടകളുണ്ട്, ഫേമസ് കടകൾ ഒരുപാട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും എല്ലാം ഏറ്റവും നമ്പർ 1 പ്ലേസ് ഇവിടെ കൊടുക്കാം. നത്തം എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഖാവണ പൊറോട്ട കട. ഇത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഒരുപാടുമില്ല കിട്ടാൻ. മധുരയിൽ വന്നിട്ട് നത്തത്തിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ യാത്ര തുടരുന്നു. നമ്മൾ ദിണ്ടിഗലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ